ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ നിന്ന് പൂജയുള്ള ദിവസമാണ്. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് പോകണയാണ്. അപ്പം നമ്മുടെ അച്ഛന് ചീലിയൊക്കെ വന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അപ്പോൾ അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി വഴിപാട് കഴിച്ച് അപ്പോൾ ഒരു ചരടൊക്കെ പൂജിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ചരടൊക്കെ പൂജിക്കാനായിട്ട് കൊടുത്ത് നമ്മൾ പുഷ്പാഞ്ജലിയൊക്കെ കിട്ടി. ഞങ്ങൾ കസിൻസും എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ പേരൊക്കെ രാവിലെ തന്നെ തൊഴുതിട്ട് പോവുകയും ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ തൊഴുത് തിരിച്ച് വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഇന്ന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ടെന്ന് പറഞ്ഞാൽ നവംബർ 14 ശിശുദിനം കൂടിയായിരുന്നു. അപ്പോൾ കയ്യാനാണെങ്കിൽ അംഗൻവാടിയിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോകാനായിട്ട് കയ്യാൻ്റെ അമ്മ ജോലിക്ക് പോയതുകൊണ്ട് അപ്പോൾ കൊണ്ടുപോകാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കൂടെ ചെല്ലണമായിരുന്നല്ലോ ഒരാൾ. അപ്പോൾ ഞാനാണ് കൂടെ പോയത് കേട്ടോ. അപ്പോൾ ഞാനും അച്ചൂട്ടനും കൂടി പോയി. ചിറ്റയും അച്ചൂട്ടനും വരാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി കേട്ടോ. അപ്പോൾ അംഗൻവാടിയിൽ എത്തിയപ്പോഴത്തേനും കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ എല്ലാവരും ചാച്ചാജിയുടെ വേഷത്തിലൊക്കെ റെഡി ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ റാലിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം കുറച്ചൊക്കെ ഡെക്കറേറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അംഗൻവാടി നല്ല അടിപൊളിയൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ റാലിക്ക് പോലുള്ള തയ്യാറെടുപ്പിലാണ് പിള്ളേരൊക്കെ. അപ്പോൾ ചില പിള്ളേരൊക്കെ ആണെങ്കിൽ തന്നെ കരയണൊക്കെ ഉണ്ട്. ഭയങ്കര മൂശാട്ടയൊക്കെ എടുത്ത് അമ്മമാരൊക്കെ കൂടെ വന്നുകൊണ്ടായിരിക്കാം അവർക്ക് നല്ല മൂശാട്ടയൊക്കെ ആയിട്ട് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ 2-3 പിള്ളേർ. അപ്പോൾ റാലിക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും ക്യൂ ഒക്കെ ആയിട്ട് നിൽക്കണം. ടീച്ചറെല്ലാവരും അറേഞ്ച് ചെയ്തൊക്കെ നിർത്താൻ തുടങ്ങി. നമ്മുടെ അച്ചൂട്ടനും കിട്ടിയിട്ടോ ഒരു കൊടി. അപ്പോൾ ടീച്ചർ അച്ചൂട്ടനും കൊടുത്തൊരു കൊടി. അപ്പം അങ്ങനെ എല്ലാവരും ക്യൂ ഒക്കെ ആയിട്ട് നിർത്തിയിട്ടുണ്ട്. ഹൈറ്റൊക്കെ അനുസരിച്ചാണ് ടീച്ചർ നിർത്തുന്നത് കേട്ടോ. അപ്പം അങ്ങനെ എല്ലാവരും നിർത്തി റാലി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കുറച്ചിട വരെയുള്ളൂ, കുറച്ച് ദൂരം വരെ ഉള്ളൂ കേട്ടോ റാലി. ഒന്നാമത് നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ അധികം ദൂരമൊന്നും പിള്ളേരെ നടത്തിക്കാതെ ഒരു കുറച്ച് ദൂരം വരെയാണ് കേട്ടോ റാലി ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പിള്ളേർ പതുക്കെ നടന്ന് പോവാണ് കേട്ടോ. എല്ലാരും ഇങ്ങോട്ട് നോക്കിയേ. അപ്പം അങ്ങനെ റാലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് അംഗൻവാടിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ പിള്ളേരെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അച്ചൂട്ട താഴെ നിർത്തി കഴിഞ്ഞപ്പോൾ അച്ചൂട്ട ചേട്ടനെ തന്നെ ആദ്യം പോയി കണ്ടുപിടിച്ച് ചേട്ടൻ്റെ അടുത്ത് നിന്ന് മാറുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അപ്പുറം ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. ആ വാവ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അംഗൻവാടിയിൽ വന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ നല്ല കരച്ചിലായിരുന്നു. അതിന് ശേഷം ഒരു സ്റ്റെപ്പിൻ്റെ അവിടെ നിർത്തിയിട്ടൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിള്ളേരൊക്കെ നിർത്തിയിട്ട്. അപ്പോൾ അച്ചൂട്ടിനെയും കൂടെ ഇരുത്താനായിട്ട് ടീച്ചർ ഒരു പക്ഷേ അച്ചൂട്ടിനെ ഇരുത്തി കഴിഞ്ഞപ്പോൾ ആളും ഇതേപോലെ തന്നെ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ കരഞ്ഞ പോലെ തന്നെ അയാളും കരയണയായിരുന്നു. അപ്പോൾ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം അംഗൻവാടിയുടെ ഉള്ളിലേക്ക് കയറിയപ്പോൾ പിള്ളേർക്ക് ചായയൊക്കെ കൊടുത്ത് സ്വീറ്റ്സൊക്കെ കൊടുത്ത് മിഠായിയൊക്കെ ആയിരുന്നു, ലഡുവൊക്കെ. അപ്പോൾ അച്ചൂട്ടിനെയും കിട്ടി, എനിക്കും കിട്ടി ഓരോ മിഠായി വെച്ചിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ മേളിലാണ് കേട്ടോ, അംഗൻവാടിയുടെ മേളിലാണ് നമ്മൾ പരിപാടിയൊക്കെ അവർ സെറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അതിന് മുന്നേ ഒരു മെമ്മറി ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിള്ളേരുടെ മെമ്മറി ടെസ്റ്റൊക്കെ നടത്തി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബുക്ക്, അതുപോലെ തന്നെ ഗണ്ണുണ്ടായിരുന്നു, പിന്നെ പൂവ്, വിസില്, അതുപോലെ തന്നെ പേന, വാച്ച്, താക്കോല്, പിന്നെ കത്രിക, മണിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ടാണ് പിള്ളേർ മെമ്മറി ടെസ്റ്റൊക്കെ നടത്തിയത് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യാനാണെങ്കിൽ അതിന് സെക്കൻഡ് കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ മെമ്മറി ടെസ്റ്റിൽ. അപ്പോൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ പിള്ളേരുടെ പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം പ്രച്ഛന്ന വേഷമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ 2-3 കുട്ടികളുടെ പ്രച്ഛന്ന വേഷമൊക്കെ ഉണ്ടായിരുന്നു. കർഷകൻ്റെ വേഷത്തിലാണ് ഫസ്റ്റ് കുട്ടിയുടെ നമ്മുടെ പരിപാടി സ്റ്റേജിന് ഓഡിയൻസിൻ്റെ ഫ്രണ്ടിൽ എത്തിയത് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കുട്ടിയുടെ പരിപാടി കാണാനായിട്ട്, അടിപൊളിയായിരുന്നു.
പിന്നെ ലാസ്റ്റ് അവർ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് സിനിമാ പാട്ടായതുകൊണ്ട് തന്നെ ഞാൻ കോപ്പിറൈറ്റ് നമുക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ സോങ് കേൾപ്പിക്കാതെ നമ്മുടെ ഡിയോ ഡിസ്സൊക്കെ എന്നുള്ള പാട്ടായിരുന്നു കേട്ടോ. കുട്ടികൾ ഡാൻസ് കളിച്ച് എല്ലാവരും തന്നെ നല്ല അടിപൊളിയായിട്ടൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പിള്ളേരുടെ പാട്ടൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യാങ്കൊട്ട് നമ്മുടെ മിന്നൽ വളയൊക്കെ തകർത്ത് പാടി പാടിയതിൽ കുറച്ചത്യാവശ്യം ആൾ മറന്നുപോയി. പക്ഷേ പാടി തന്നെ തുടക്കത്തിൽ തന്നെ ഞാൻ പോയി പാടാമെന്ന് പറഞ്ഞുകൊണ്ട് പാടി നല്ല അടിപൊളിയായിട്ടൊക്കെ പാടിയിട്ടോ. പിന്നെ ബാക്കിയുള്ള കുട്ടികളൊക്കെ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. ഓരോ പാട്ടൊക്കെ വെച്ച് പാടി. പിന്നെ അവർക്കുള്ള സമ്മാനദാനമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഓട്ട മത്സരത്തിന് കയ്യാൻ ഫസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കയ്യാൻകുട്ടിന് ആദ്യം തന്നെ സമ്മാനം കിട്ടി കേട്ടോ. അപ്പോൾ ഓട്ടത്തിനുള്ള ഫസ്റ്റുള്ള സമ്മാനമാണ് ആൾ മേടിക്കാനായിട്ട് സ്റ്റേജിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ കയ്യാന്ന് വിളിച്ചപ്പോൾ തന്നെ ആളാകെ ഷോക്കായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ചെല്ലാതെ ഞങ്ങളെയൊക്കെ കൂടെ കയ്യാനേ ചെല്ലുന്ന് പറഞ്ഞ് ആളെ വിട്ടിട്ട് സമ്മാനം മേടിക്കാനായിട്ട്. അപ്പോൾ സമ്മാനം കൊടുക്കണതാണ് ടീച്ചറൊക്കെ കൂടെ. നമ്മൾ സമ്മാനത്തിൻ്റെ ഒപ്പം ഒരു ഡയറി മിൽക്കും കൂടെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഓരോ സമ്മാനത്തിൻ്റെ ഒപ്പം ഡയറി മിൽക്കും കൂടെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഓട്ടത്തിൻ്റെ ഫസ്റ്റ് സമ്മാനം കയ്യാങ്കുട്ടൻ മേടിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ കയ്യാന് ഒരു സമ്മാനമല്ല 2 സമ്മാനം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു നമ്മൾ മെമ്മറി ടെസ്റ്റിന് കയ്യാന് സെക്കൻഡ് കിട്ടിയിരുന്നു. അപ്പോൾ സെക്കൻഡ് പ്രൈസും കിട്ടി. അപ്പോൾ ഇതാണ്. അപ്പോൾ ആളപ്പോൾ തന്നെ ഗിഫ്റ്റൊക്കെ സമ്മാനമൊക്കെ പൊട്ടിച്ചിട്ടാ. അപ്പോൾ ഒരു ഗ്ലാസും പിന്നെ ഒരു പാത്രമാണ് കിട്ടിയത്. അടപ്പത്തുള്ളൊരു പാത്രം കിട്ടി. പിന്നെ അവർ ഫുഡൊക്കെ കഴിച്ച് പിള്ളേർക്ക് പാരൻസിനൊക്കെ സദ്യ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അംഗൻവാടിയിൽ നിന്ന് പോയിട്ട് വീട്ടിലെത്തി. നല്ല വെയിലായിരുന്നു. ഭയങ്കര ടയേർഡായി പോയിട്ട് ഭയങ്കര ചൂടായിരുന്നു. എന്താ പറയുക, മഴയൊന്നും ഇല്ലാത്തത് നല്ല വെയിലും ചൂടൊക്കെ ആയിരുന്നു. അപ്പോൾ വീട്ടിലെത്തി. അച്ചൂടിനാണെങ്കിൽ നല്ല ഉറക്കാട്ടെ. രാവിലത്തെ ഉറക്കം ആൾ ഉറങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് ഇപ്പം കിടന്നാണ് ആൾ ഉറങ്ങണത്. അപ്പോൾ വീട്ടിൽ വന്ന് നമ്മൾ ഡ്രസ്സൊക്കെ മാറി ഇപ്പം ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ട്. ഇന്നത്തെ വ്ളോഗ് അത്ര ഉള്ളൂ. ഇനി നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ അമ്പലത്തിൽ കലശമൊക്കെ ഉള്ളതുകൊണ്ട് വൈകിട്ട് ഒന്നും കൂടെ അമ്പലത്തിലേക്ക് പോകണം. രാവിലെ ഒന്ന് പോയി വൈകിട്ട് കലശത്തിന് പോവുകയും ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. അപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ചാ.